വാർത്തയിലേക്ക്. ഇടുക്കി ജില്ലയിൽ തീവ്ര മഴ പെയ്തിട്ടുണ്ട്. അതിന് ചില കണക്കുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൂട്ടാറിൽ 100 മില്ലിമീറ്ററും വെള്ളയാംകുടിയിൽ 188 മില്ലിമീറ്റർ മഴയുമാണ് പെയ്തത്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. 48 മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, ഇന്നലെ രാത്രിയാണ് തീവ്ര മഴ പെയ്തത്. അതിൽ പലയിടങ്ങളിലും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായി. കൂടാതെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ വലിയ തോതിൽ ഉയർന്നു. അങ്ങനെ ഇതിന്റെ കൃത്യമായ കണക്കുകൾ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓരോ ഇടത്തും പെയ്ത മഴയെക്കുറിച്ച്? അനുജ, ഇടുക്കി മേഖലയിൽ, പ്രത്യേകിച്ച് ഇടുക്കിയുടെ മലയോര മേഖലയിൽ തീവ്ര മഴ പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മഴക്കെടുതി, അതായത് ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്ത മഴക്കെടുതി അതിൻ്റെ ഒരു കാരണമായി നമുക്ക് വിലയിരുത്താം. ഇടുക്കിയുടെ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് മലയോര മേഖലയിലും മറ്റിടങ്ങളിലുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഉച്ചയ്ക്ക് ശേഷം രാത്രിയും തുടർന്ന് പെയ്യുന്ന കനത്ത മഴ ഇടുക്കിയുടെ പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കി കൂട്ടാറിൽ ഇന്നലെ ലഭിച്ച മഴ 100 മില്ലിമീറ്റർ മഴയാണ്. അതായത് ഇന്നലെ രാവിലെ 8 മണി മുതൽ ഇന്ന് രാവിലെ 8 മണി വരെയുള്ള കണക്കനുസരിച്ചാണ് ഇത്. വെള്ളായംകുടിയിൽ 188 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കുമിളിയിൽ 188 മില്ലിമീറ്റർ മഴ ലഭിച്ചു. വണ്ടൻമേട് 179 മില്ലിമീറ്റർ മഴ ലഭിച്ചു. പാമ്പാടുംപാറയിൽ 87.5 മില്ലിമീറ്റർ മഴയും നേര്യമംഗലത്ത് 69.5 മില്ലിമീറ്റർ മഴയും അയ്യപ്പൻകോവിലിൽ 54.5 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടയം ജില്ലയിലും സമാനമായി തന്നെ 50 മില്ലിമീറ്ററിന് മുകളിൽ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇടുക്കിയുടെ പലയിടങ്ങളിൽ ലഭിച്ചത് അതിശക്തമായ മഴയോ തീവ്ര മഴയോ ആണ് എന്നുള്ളതാണ്. അതായത് ഇന്നലെ പെയ്തത് അതിശക്തമായ മഴയോ തീവ്ര മഴയോ എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ദിവസങ്ങളിലും ജാഗ്രതാ മുന്നറിയിപ്പ് ഇടുക്കിയെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. ഇന്നും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ പോലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്? അനുജ, മഴയുടെ ശക്തി ഈ പകൽ സമയത്ത് കുറഞ്ഞിട്ടുണ്ട്. തുലാവർഷ മഴയുടെ ഒരു പ്രത്യേകത ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയാണ്. അതൊരു പക്ഷേ മലയോര മേഖലയിൽ, ഇടുക്കി അതുപോലെ തെക്കൻ കേരളത്തിലേക്ക് മലയോര മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം ആ മഴ കനത്തു പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ തരത്തിൽ തന്നെയാണ് പ്രവചനങ്ങൾ വരുന്നതും. തുലാവർഷം ഈ ദിവസങ്ങൾ സജീവമാകും. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അത് മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിലും ഒക്ടോബർ 24 ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തുലാവർഷം സജീവമാകും ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ്. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അനുജ, ഇടുക്കി ജില്ലയിൽ ഇന്നലെ തീവ്ര മഴയാണ് പെയ്തത്. വരും മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.